എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. വചനത്തിന് വേണ്ടി വിശപ്പും ദാഹവും ഉണ്ടായാൽ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടായാൽ, പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ശൈശവത്തിൽ നടക്കേണ്ട വഴി പഠിപ്പിച്ചാൽ അവർ വാർദ്ധക്യത്തിലും ഫലം ചൂടി നിൽക്കും. ഞങ്ങൾ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയങ്ങളിൽ അവസാനത്തെ ദിവസം കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വാവിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ വചനം പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് വചന പഠന പരിശീലനമാണ് അവർക്ക് നൽകുന്നത്. വചനത്തിൻ്റെ ആഴങ്ങൾക്ക് കടന്നു പോകുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് തന്ന വെളിപ്പെടുത്തിയതാണ്, കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല, വിശ്വാസത്തിൻ്റെ വേരിൽ വളം വെച്ചാൽ അവർ ഫലം പുറപ്പെടുവിക്കും. കതിരിന്മേൽ നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരും മാനസാന്തര ഫലം പുറപ്പെടുവിക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ദൈവം എനിക്ക് തന്ന വെളിപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ വേരിൽ വളം വെച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ കുഞ്ഞുങ്ങളാണ് സഭയ്ക്ക് അസാധാരണമായ ദൗത്യം ഏറ്റെടുക്കാനായിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം എത്തിക്കാൻ വേണ്ടിയിട്ട്, ആത്മാവ് കൊണ്ട് നിറയാനായിട്ട്, കൃപ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ആ ശുശ്രൂഷ 17 വർഷം, ഇപ്പോൾ അതിനകത്ത് 67 കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. അവിടെ താമസമുള്ള ധ്യാനത്തിൽ ഈ കുഞ്ഞുങ്ങൾ അരമണിക്കൂർ വന്ന് അവരുടെ വചനങ്ങളും ശുശ്രൂഷ നടത്തി പോകുമ്പോൾ ഒരിക്കൽ ഒരു അപ്പച്ചൻ വന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ, സഹിക്കാൻ പറ്റില്ല, വലിയ വലിയ വചന പ്രഘോഷ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ആ കുഞ്ഞിൻ്റെ അധരത്തിൽ നിന്ന് വചനം പൊട്ടി പുറപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ തുളച്ചു കയറി. എൻ്റെ ചില ദുശീലങ്ങൾ വിട്ടുപോകാൻ പ്രേരണ കിട്ടി. എൻ്റെ രഹസ്യ പാപങ്ങളിൽ വിടുതൽ കിട്ടാൻ ആ കുഞ്ഞിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞങ്ങൾക്കൊന്നും കിട്ടാത്തത് ഈ കുഞ്ഞുങ്ങളിലൂടെ കിട്ടുന്ന കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിനെ വേല ചെയ്യാനായിട്ട് തൻ്റെ സമയം മുഴുവൻ വിട്ടുകൊടുത്ത സമൂഹത്തോടെ ഞാൻ സംസാരിക്കുന്നത്. ഒരു സമർപ്പണ സമൂഹത്തോടാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് സന്തോഷം പറയുകയുണ്ടായി, അച്ഛൻ പുതിയ ശുശ്രൂഷ എങ്ങനെ തുടങ്ങി ഒന്ന് പറഞ്ഞോളോ എന്ന്. അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു വെളിപ്പെടുത്തലുണ്ടാകുമെന്ന്. ലോകത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യം ദൈവം വെളിപ്പെടുത്തി തന്നു. അതിനൊരു നിമിത്തമുണ്ട്. ഒരു ദിവസം ഒരു അമ്മയും ആ അമ്മയുടെ അമ്മയും ഒരു ചോരക്കുഞ്ഞുമായിട്ട് അവിടെ വരികയാണ്. 3 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം കൊടുത്ത സമ്മാനമാണ് ആ കുഞ്ഞ്. അമ്മയും കരയുന്നുണ്ട്, ഈ സ്ത്രീയുടെ അമ്മയും ഒരുമിച്ച് കരയാണ്. ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞുണ്ടായിട്ട് എന്താ കരയുന്നത്? എന്താ കുഞ്ഞുണ്ടായിട്ട് എന്തിനാ ഇങ്ങനെ കരയുന്നത് 3 വർഷക്കാലത്തിന് ശേഷം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അമ്മ ആ വൈറ്റ് തുണിയിൽ പൊതിഞ്ഞിരുന്ന ആ കുഞ്ഞിൻ്റെ തുണി ഇങ്ങോട്ട് മാറ്റി. ഞാൻ കരഞ്ഞുപോയി. ആ കുഞ്ഞിന് കൈയുണ്ട്, പക്ഷേ കൈപ്പത്തിയില്ല. കാലുണ്ട്, പക്ഷേ കാലിന് വിരലുകളില്ല. എന്നിട്ട് സഹോദരി പറയാണ്, അച്ചോ,
ഇത് ദൈവം തന്ന സമ്മാനമായിട്ട് സ്വീകരിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കൂ. കൈകളുണ്ട് പക്ഷേ കൈപ്പത്തിയില്ല, കാലുകളുണ്ട് പക്ഷേ വിരലുകളില്ല. എന്നിട്ടും ഈ ഹൈന്ദവ സഹോദരി എന്നോട് പറയുകയാണ്, അച്ചോ ഇത് ഈശ്വരൻ തന്ന, ദൈവം തന്ന സമ്മാനമായിട്ട് സ്വീകരിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കുമോ? അന്ന് രാത്രിയിൽ ദീപികാണ്ഡനാഥൻ്റെ സന്നിധിയിൽ പോയിരിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താണ് ഇതിലൂടെ നീ എന്നോട് സംസാരിക്കുന്നത്? നീ വെളിപ്പെടുത്തി തരണം, നിന്റെ ആത്മാവിനെ എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഹൃദയത്തിലിരുന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു തൊട്ടിൽ ഇങ്ങനെ കാണിച്ചു തന്നു. വർഷത്തിൽ ഇന്ന് 4 പ്രാവശ്യം 3 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സമർപ്പണ തൊട്ടിൽ ശുശ്രൂഷ അവിടെ ആരംഭിച്ചു. പ്രസവിച്ച് 4 ദിവസം തുടങ്ങി 4 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് അതിൽ കിടത്തുന്നത്. ഇത് ദൈവം തന്നതാണോന്ന് തിരിച്ചറിയണ്ടേ? പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ട് രക്ഷയില്ലാന്ന് വിധി എഴുതിയ ഒരു കുഞ്ഞ് പ്രസവിച്ച് 3 മാസമേ ആയിട്ടുള്ളൂ. വയറൊക്കെ ഉന്തി കണ്ണൊക്കെ തള്ളി ഒരു കിഡ്നി രോഗി ആ സമർപ്പണ തൊട്ടിയിൽ കിടത്തി. പിന്നത്തെ 1 മാസത്തിനുള്ളിൽ ഈ കിഡ്നി സംബന്ധമായ രോഗം വിട്ടുമാറിയതാണ് സമർപ്പണ ശുശ്രൂഷയ്ക്ക് എനിക്ക് ഒരു ശക്തി നൽകിയത്. ദൈവം ഒരു കാര്യം പറഞ്ഞ് ആരംഭിച്ചാൽ അതിനകത്ത് പതിരുണ്ടാകില്ലെന്നറിയാം. ഒരിക്കലും ഒരു പ്രേക്ഷിതരുടെ ഭർത്താവ് അവിടെ അവിടെ ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചു. ആ കുടുംബത്തിൻ്റെ സങ്കടം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അന്ന് രാത്രി കാലത്ത് എല്ലാം ജോലിയും കഴിഞ്ഞപ്പോൾ എനിക്ക് തനിച്ച് പ്രാർത്ഥിക്കുന്ന കൊച്ചു മുറിയുണ്ട്. ആ മുറിയിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ വെളിപ്പെടുത്തുകയായിരുന്നു, മോനെ, വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, വാഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഏകദേശം 19 വർഷങ്ങൾക്കപ്പുറത്ത് വാഹന ആസ്വാദം ജെറൂസലം വചനകൂടത്തിൽ ആരംഭിച്ചത്. ചിലരൊക്കെ ഒന്ന് പറയാറുണ്ട്, വാഹനങ്ങൾ ആസ്വദിച്ചതിന് ശേഷം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ജീവിതങ്ങൾ വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അതിശയോക്തിയായിരിക്കാം. ചില ഡ്രൈവേഴ്സെങ്കിലും പറയാറുണ്ട്, ചില പ്രത്യേകമായ സാഹചര്യത്തിൽ പെട്രോൾ പോലും ഇല്ലാതെ ഓടുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന്. ദൈവം അതിനകത്ത് നിറച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശുപാർശയോടെ, യേശുവിൻ്റെ ഒത്താശയോടെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഒരു സംരംഭം ആരംഭിച്ചാൽ അതിന് തകർച്ചയുണ്ടാകില്ല. ഇന്ന് എല്ലാ ആദ്യകാലത്ത് അവസാനത്തെ ശനിയാഴ്ചയായിരുന്നു. ഇന്ന് 2ാം വെള്ളിയാഴ്ചയിൽ ഏകദേശം 4000-5000 വരുന്ന വാഹനങ്ങളെ അവിടെ ആസ്വദിക്കുന്ന ഒരു പതിവ് അവിടെയുണ്ട്. ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു വ്യക്തിയെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ പോലെ 1000 ശുശ്രൂഷ നേതൃത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്താൽ പോരാ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതൃത്വ നിരയിലേക്ക് കടന്നു വരുവാൻ ധാരാളം മക്കൾ ഈ സംഘത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നായിക്കം പറമ്പലച്ചൻ, പനക്കലച്ചൻ, കൊച്ചുമാത്തച്ചൻ, വട്ടായിലച്ചൻ, മാഞ്ഞാക്കലച്ചൻ, അതുപോലെ തന്നെ പ്രശസ്തരായിരിക്കുന്ന വ്യക്തികളെ പോലെ അനേകം വൈദികർ ഇവിടുന്ന് ഉണ്ടാകട്ടെ, അനേക ശുശ്രൂഷകർ ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവരാജ്യം കത്തിപ്പടരട്ടെ നിന്നിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ. അതിനുവേണ്ടിയാ കർത്താവ് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, വിലയുള്ളവരാക്കി തീർക്കാൻ, വലിയവരാക്കി തീർക്കാൻ, അസാധാരണമായ ദൗത്യം നിർവഹിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇന്ന് ഈ ഹീലിംഗ് ഹാൻഡ്സിനെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഫലം പുറപ്പെടുവികളെ ഇങ്ങനെയാണ് സാധിക്കുക എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കാണിച്ചു തന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണത്.
ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശക്തിയും സ്നേഹവും ദൈവജനത്തിന് വെളിപ്പെടുത്തേണ്ടതിന് എന്നെയാണ്, നമ്മെ ഓരോരുത്തരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഞാൻ ആഴത്തിൽ വിശ്വസിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ബോധ്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നമ്മുടെ കരങ്ങളിലൂടെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞു പോയ, എനിക്ക് പട്ടം കിട്ടിയിട്ട് 31 വർഷമായി. അതിൽ 21 വർഷവും ഞാൻ ജെറൂസലം ധ്യാന കേന്ദ്രത്തിലാണ്. ഞാൻ ഓർക്കുകയാണ്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ശക്തിപ്പെടുത്തിയ ഒട്ടനവധി വൈദികര്, സിസ്റ്റേഴ്സ്, ആത്മായ പ്രേക്ഷിതർ, ശുശ്രൂഷ ഇവിടെയുണ്ട്. എനിക്ക് സന്തോഷം നൽകിയ എൻ്റെ ജീവിതത്തിന്, ശുശ്രൂഷ ജീവിതത്തിന് പ്രേരണ നൽകിയവർ, ചിലപ്പോൾ സങ്കടങ്ങൾ നൽകി ജീവിതത്തിന് മറുവശം എന്നെ പഠിപ്പിച്ചവര്, മുറിവുകൾ നൽകിക്കൊണ്ട് ആത്മീയ ജീവിത സൗന്ദര്യം എന്നെ പഠിപ്പിച്ചവര്, ഞാൻ വേദനിക്കുമെന്ന് കരുതി ചില കാര്യങ്ങൾ എന്നോട് പറയാതെ നടന്ന ചില ആത്മായ, ചില പ്രേക്ഷിതർ, ചില ശുശ്രൂഷകർ, എൻ്റെ സഭാംഗങ്ങൾ, എൻ്റെ ദ്രോഹങ്ങൾ മൗനമായി സഹിച്ചുകൊണ്ട് എന്നെ ആത്മീയമായ അഭിഷേകത്തിൽ നയിച്ചവർ, ഇവരൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല, മറക്കാൻ സാധ്യമല്ല ഇവരെ ഒന്നും. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ സന്തോഷം പകർന്നവര്, സന്തോഷം നൽകിയവര്, സങ്കടങ്ങൾ നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ മറുവശം കാണിച്ചു തന്നത്, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പട്ടത്തിന് എപ്പോഴും വലിയ സന്തോഷമാണ്. പലപ്പോഴും അൾത്താരിയിൽ അയക്കുമ്പോൾ ഒരു ലോട്ടറി കിട്ടിയവനെ പോലെയാണ് നിൽക്കാറ്. പക്ഷേ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ ഈശോയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആരോരും അറിയാത്ത രഹസ്യ വേദനകൾ, ആത്മീയമായ സംഘട്ടനങ്ങൾ ഓരോ രാത്രിയിലും ക്രൂശിതനെ ഏൽപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ പോകാറ്. പരിശുദ്ധ അമ്മ ക്രൂശിതൻ ഇതിൻ്റെ മധ്യത്തിൽ. വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാതാവിൻ്റെയും യേശുവിൻ്റെ മധ്യയാണ്, ഞാൻ പാപം ചെയ്യുകയില്ല, പിശാചെ എന്നെ ആക്രമിക്കുന്നത് വൃദ്ധാവിലാണ്. ഞാൻ മാതാവിൻ്റെയും യേശുവിൻ്റെയും മധ്യയാണ്, ഞാൻ പാപം ചെയ്യുകയില്ല, പിശാചെ എന്നെ ആക്രമിക്കുന്നത് വൃദ്ധാവിലാണ്. പിശാചിനെ കെട്ടിക്കാനായിട്ടുള്ള വലിയ ശക്തി ഈ ഹീലിംഗ് ഹാൻഡ്സിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിശാചിനോട് കൂട്ടുകൂടിക്കൊണ്ട് അവൻ എങ്ങനെയാണ് ബഹിഷ്കരിക്കാൻ സാധിക്കുക? ആരാണ് പിശാച് എന്ന് അറിയണ്ടേ? പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നന്മ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി, ശക്തി, പ്രസ്ഥാനം, സാഹചര്യം, അതാണ് പിശാച്. നന്മ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി, ശക്തി, പ്രസ്ഥാനം, സാഹചര്യം. തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തി, പ്രസ്ഥാനം, സാഹചര്യം, ഇതാണ് പിശാച്. അത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നന്മ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തി, തിന്മ ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്ന വ്യക്തി, അതാണ് പിശാച്. അത് എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ ശുശ്രൂഷ വേദിയിലുണ്ട്. അതിനെ ബഹിഷ്കരിക്കാനായിട്ടുള്ള ശക്തി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പിശാചുകളെ ബഹിഷ്കരിക്കാനായിട്ട്, തിന്മയുടെ ദുരാത്മകളെ അട്ടിപ്പായിക്കാനായിട്ടുള്ള അത് എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അതെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന വരമുണ്ട്, ഇന്ന അഭിഷേകമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, യേശുവിൻ്റെ ശുശ്രൂഷിക്കുന്ന കരമാണ് നമ്മുടേത്. ഏറ്റവും എളിയവരിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 ജെറൂസലം മാതാവിൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ജെറൂസലം വചന കൂടാരത്തിൻ്റെ ബർത്ത്ഡേ ആണ്. 9,13,00,000 നന്മ നിറഞ്ഞു പറയും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചത്. മാതാവിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണത്. ആ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അവസരത്തിൽ
പ്രസവിച്ച് 4 മാസം മാത്രം 13 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് വരാം. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് ഒരു അറയുള്ളൂ. ഹൃദയത്തിന് ഒരു അറയുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞു വേഗം കൊണ്ടുപോയി, കൂടിയാൽ 3 മാസമാണ് കുഞ്ഞിന് ജന്മമുള്ളത്. അമൃതമായി ആശുപത്രി ഏറ്റവും വേഗത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ പോകുന്ന അവിടെ വഴിക്ക് അവിടെ പലരും അവിടെ വരുന്നവരാണ്. അവരുടെ ഒരു സഹോദരി അവിടെ ഒരു ശുശ്രൂഷയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു എന്തായാലും ജെറുസലേം വചനക്കൂടാരത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. വാവിട്ട് കീറി കരഞ്ഞുകൊണ്ടേ കൊച്ചു വരുന്നത്. 13 ദിവസമായി കുഞ്ഞിൻ്റെ കരച്ചിൽ, കീ 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 എന്നുള്ള കരച്ചിലാണ്. അവിടെ വിശുദ്ധ കുർബാനയുടെ സമയമാണ്. എനിക്ക് കുഞ്ഞുങ്ങളോട് പൊതുവെ ഒരു താല്പര്യമാണ്. കാരണം കുഞ്ഞുങ്ങളാണ് എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്, കുഞ്ഞുങ്ങളാണ് എന്നെ സഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്, കുഞ്ഞുങ്ങളാണ് എന്നെ ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്, കുഞ്ഞുങ്ങളാണ് കർത്താവിൻ്റെ മുമ്പിൽ നിർമ്മലമായി ജീവിക്കാനും പഠിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരെ കണ്ടു കഴിഞ്ഞാലും അവിടെ വരുന്നു. അങ്ങനെയാണ് ബൈബിൾ ഗ്രന്ഥ ശുശ്രൂഷയ്ക്ക് ആരംഭിക്കുന്നത്. എന്നെ വളരെ പേഴ്സണലായിട്ട് അറിഞ്ഞിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എൻ്റെ വീക്ക് പോയിൻ്റാണ്. അവരാണ് എന്നെ യേശുവിലേക്ക് പിടിച്ചടിപ്പിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ കരച്ച് കേട്ട മാത്രമേ മുറിയിൽ നിന്ന് ഓടി വന്നപ്പോൾ അവിടെ വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുണ്ട്, ഈ കുഞ്ഞുണ്ട്, ഒരു കുടുംബം മുഴുവൻ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛാ, കുഞ്ഞിന് രക്ഷയില്ല. ഹൃദയത്തിന് ഒരേ ഒരു അറയുള്ളൂ. കൂടിയാൽ 3 മാസം ജീവിതം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അല്പം തീർത്ഥജലം ആ കുഞ്ഞിന് ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ കാണുന്നൊരു വിഷനുണ്ട്. പുൽക്കുട്ടിൽ പിറന്ന് കിടക്കുന്ന ഉണ്ണീശോ. ഉണ്ണീശോയ്ക്ക് ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഉണ്ണീശോയ്ക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനൊരു കുറവില്ല. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കണ്ടിരുന്നു ഈ കുഞ്ഞിനെ. എന്നിട്ട് ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവേ, ഈ കുഞ്ഞിൻ്റെ രോഗപീഠയിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. ദിവ്യവൈദ്യനും ഔഷധമായ യേശുവേ, ഈ കുഞ്ഞിൻ്റെ രോഗപീഠയിൽ വന്ന് നിറയണമേ, പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ. അമ്മയുടെ അടുത്ത് കടന്നു ചെല്ലാൻ. 9,13,00,000 നന്മ നിറഞ്ഞു പ്രാർത്ഥിച്ചത് അവിടെ വന്ന അനേകായിരങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇതുപോലൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. പ്രസവിച്ച് 14 ദിവസമായി അമ്മ ഈ അമ്മയുടെ രൂപത്തിൽ കൈകൾ വെച്ചുകൊണ്ട് തേങ്ങി വിതുമ്പി കരഞ്ഞത് അവിടെയുള്ള മക്കൾക്ക് മറക്കാൻ സാധിക്കില്ല. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വന്നോളം പറഞ്ഞു. വന്ന് കാറിൽ കയറ്റി യാത്രയാക്കി. അവിടെ എത്തുന്നതുവരെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകണം. അവിടെ എത്തുന്നവരെ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചു പോകാനായിട്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുമായി അവിടെ ചെല്ലുകയാണ്. ഡോക്ടേഴ്സിൻ്റെ പ്രത്യേകമായ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ചെന്ന മാത്രമേ തന്നെ ഡോക്ടേഴ്സ് ഉടനെ കേസ് എടുത്തു. വീണ്ടും സ്കാൻ ചെയ്തു. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം സ്കാനിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഏകദേശം 6:30 മണിയായിരുന്നു. അമൃതമായ ആശുപത്രി എന്നെ വിളിച്ചു പറയാണ്, ഫാദർ, ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുകയാണ്. ഒറ്റ അറയുമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ഹൃദയം പോലെ അറകൾ 4 കൃത്യമായിട്ട് ഇവിടെ ഞങ്ങൾ കണ്ടെടുത്തിരിക്കുകയാണ്. ഇതൊരു അത്ഭുതമാണെന്ന്. സർജറി കൂടാതെ തന്നെ, ഓപ്പറേഷൻ കൂടാതെ തന്നെ ഹൃദയത്തിൻ്റെ രോഗം സുഖപ്പെടുത്തുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നന്ദി പറയാം. യേശുവേ, യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയ സംബന്ധമുള്ള രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഏതോ കൈകളിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെടുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതെൻ്റെ ഒരു കാഴ്ചയാണ്. ഏതോ ഹൃദയ സംബന്ധമുള്ള രോഗങ്ങൾ കർത്താവേ ഇപ്പോൾ വിട്ടുപോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ പേറി കടന്നു വന്നിരിക്കുന്നവർക്ക് കർത്താവേ, പാവപ്പെട്ടവരുടെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനാണ്. അവിടെ നിന്ന് നിങ്ങൾ ഏറ്റുപറയുന്നു, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ,
ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് സൗഖ്യം പ്രാപിച്ച അവിടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കുന്നത് കാണിക്കാനായിട്ട്. ദിവ്യ വൈദ്യനും ഔഷധവും ആശുവേ എന്നിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി സൗഖ്യം നൽകണമേ എന്ന് അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇതാ അവരാണ് എൻ്റെ കണ്ണിൽ 3, 4, 5, 6 പേരെ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്കപ്പുറത്ത് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയാണിത്. എടുത്ത് ഉപയോഗിക്കാൻ നിങ്ങളോട് പറയുകയാണ്. ദിവ്യ വൈദ്യനും ഔഷധമായ യേശുവേ എന്നിലും എൻ്റെ രോഗപീഠയിലും വന്ന് നിറയണമേ, പൂർണ്ണമായ സൗഖ്യം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയല്ലേ? അവിടെ വരുന്ന ആളുകൾക്ക് അങ്ങനെ ചെറിയ പ്രാർത്ഥന കൊടുക്കാറുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുപോലെ ചെറിയ പ്രാർത്ഥനകൾ കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിലൂടെ സൗഖ്യം കിട്ടുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ ശുശ്രൂഷകർക്ക് യേശുവിൻ്റെ കരം തരും. നമ്മളല്ല പ്രവർത്തിക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ പാദം കഴുകുന്ന കരം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മളിവിടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അനുഗ്രഹിക്കുന്ന കരം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കണ്ണീരൊപ്പുന്ന കരങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകം മക്കളുടെ മുറിവ് ഉണക്കുന്ന കരമായി നമ്മുടേതായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലത് കരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഇന്ന് വരുന്ന 9 മണി വരെയുള്ള സമയം അവിടെ നോക്കാനായിട്ട് ഒരു കാര്യസ്ഥയെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. വിശ്വാസമുള്ള ആളെ ഏൽപ്പിക്കുക. എന്തെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കാര്യസ്ഥ ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും. വിശ്വസ്തതയാണ് ദൈവം നമ്മിന്ന് ആഗ്രഹിക്കുന്നത്. ബാഹ്യമായ ഒരു വിശ്വസ്തതയല്ല, ആന്തരികമായ വിശ്വസ്തത. വിശുദ്ധരുടെ സഹപ്രവർത്തകർ. എന്താണ് വിശുദ്ധരുടെ സഹപ്രവർത്തകരായി തീരണമെങ്കിൽ? വിശുദ്ധി, വിശ്വസ്തതയും വിശുദ്ധിയുമാണ് അഭിഷേക ശുശ്രൂഷയുടെ കാതൽ. പ്രിയപ്പെട്ടവരെ, അണിയറയിൽ ഒരുങ്ങാതെ അരങ്ങത്ത് ശോഭിക്കാൻ ആർക്കും സാധ്യമല്ല. അണിയറയിൽ ഒരുങ്ങാതെ അരങ്ങത്ത് ശോഭിക്കാൻ ആർക്കും സാധ്യമല്ല. ശുശ്രൂഷ പീഠത്തിൽ ആയിരിക്കുമ്പോഴും എൻ്റെ രഹസ്യ മേഖലകളാണെങ്കിലും ദൈവമായ കർത്താവ് പറയുന്നു, നീ വിശ്വസ്തനായിരിക്കണം, നീ വിശുദ്ധിയുള്ളവനായിരിക്കണം. വിശ്വസ്തതയും വിശുദ്ധിയുമാണ് ദൈവമായ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായിത്തീരും? ഇനിമേൽ നിങ്ങൾ അന്യരല്ല, പരദേശികളുമല്ല, ദൈവഭവനത്തിന്റെ കാര്യസ്ഥന്മാർ, ദൈവരാജ്യം പണിതീർക്കുന്ന കാര്യസ്ഥന്മാരും വിശുദ്ധരുടെ കൂട്ടവകാശികളുമായി നമ്മളെ രൂപാന്തരപ്പെടുത്തും.